പ്രാധാന്യമുണ്ട്. അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ പതികയില്ല. പകരം നിരന്തരമായി ദിവസങ്ങളോളം ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഭാവന പതുക്കെ പതുക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ വേരുറയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കുറച്ചുനാൾ തുടരെ ഇത് ചെയ്തു കഴിയുമ്പോൾ പിന്നീട് എന്നും അത് ഭാവന ചെയ്യുന്ന ആ സമയമാകുമ്പോൾ സ്വയം അറിയാതെ ആ ഒരു ഭാവന നമ്മളുടെ ഉള്ളിൽ തനിയെ വിരിഞ്ഞു വരുന്നതാണ്. ഇനി ഈ വിഷ്വലൈസേഷന് മുമ്പാണ് നമ്മുടെ വൈജയന്തി മെഡിറ്റേഷന്റെ ഭാഗമായ പ്രാണായാമക്രിയ. അതാണ് ശ്വസന നിയന്ത്രണ വ്യായാമമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം റിലിജിയസ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നവർ അതും ചെയ്യുക. അതിനുശേഷം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്മളുടെ ഡ്രീം എന്താണോ അത് കുറച്ചു നേരം തുടർച്ചയായിട്ട് മനസ്സിൽ വായിക്കണം. അതിനുശേഷം ഒരിടത്ത് സ്റ്റഡി ആയിട്ടിരിക്കുക. ഒന്നുകിൽ താഴെ പത്മാസനത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു കസേരയിൽ സ്റ്റഡി ആയിട്ടിരിക്കുകയോ ആകാം. അങ്ങനെ സ്റ്റഡി ആയിട്ടിരുന്നതിന് ശേഷം സാവധാനം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം നിയന്ത്രിതമായ അളവിൽ ഒരു ദീർഘശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ എടുക്കുന്ന ആ ദീർഘശ്വാസം പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു നിമിഷം ആ ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ തങ്ങി നിർത്തുക.